പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എനിക്ക് കുറച്ച് പോത്തീസ് ഉണ്ട്, അത് പല വെറൈറ്റിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പം ഞാൻ കുറച്ച് കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കിന് വളരെ വില കുറച്ച് ഞാൻ കൊടുക്കുന്ന കാരണം എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്. വാങ്ങിച്ച ആൾക്കാർ പിന്നെയും വീണ്ടും പല വെറൈറ്റി ഉള്ളത് കൊണ്ടാണ് അവർ വന്ന് കാണുമ്പോൾ അടുത്ത പ്രാവശ്യം വേറെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടിനകത്തൊക്കെ വെക്കാൻ നല്ലതാണ്. ഓക്സിജൻ പ്ലാന്റുമാണ്. അപ്പം നമ്മുടെ വായുവൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ. ഈ പ്ലാന്റ് വെള്ളപ്പുള്ളിയോട് കൂടിയുള്ളതാണ്. നല്ല ഭംഗിയെ കാണാൻ, ടേബിളിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഇത് നല്ല തിക്കായിട്ട് വളരും. ഇതതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല വലുപ്പമാണ്. ഇലയ്ക്ക് ഹാങ്ങായിട്ട് വരുന്നതാണ്. നമുക്ക് ഇത് രണ്ട് രീതിയിലും പടർത്താം. ഈ കാണുന്ന പ്ലാന്റ് പച്ച ഇലയും നടുക്ക് മഞ്ഞ വരെ, അത് വലുതാകും തോറും നല്ല മഞ്ഞ കളറിലാണ് ഇതിൻ്റെ വര വരുന്നത്. ഇത് വെള്ളപ്പുള്ളിയുള്ളൊരു തരം പോത്തീസാണ്. അത്യാവശ്യം വലിയ ലീഫാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഡാർക്ക് പച്ചയിൽ ആഷ് കളർ, ചാര നിറത്തിൽ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ പുള്ളി ഉണ്ടാവും. നന്നായിട്ട് ഇതിൻ്റെ പോയി ഇനി ഒരു പ്ലാന്റേ ഉള്ളൂ, എല്ലാവരും ഉണ്ട്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഇത് പച്ച കളർ തന്നെ, ഇച്ചിരി കട്ടിയുണ്ട് ഇലയ്ക്ക്. പച്ച കളറിൽ ഹാങ്ങായിട്ട് വളരുന്ന ചെടിയാണ്. കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ ചെറിയ ചട്ടിയിലും വെക്കാൻ പറ്റും. ഇത് മുഴുവൻ പച്ച നിറമാണ്, നന്നായിട്ട് ഹാങ്ങായിട്ട് വളരുന്നതാണ്. അതുപോലെ തന്നെ പടത്തി എടുക്കാനും നല്ലതാണ്. നമുക്ക് സ്റ്റിച്ച് വെച്ച് പടത്തി എടുക്കാനും പറ്റും. ഇത് ചെറിയ തരത്തിലുള്ള ഒരു മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഏറ്റവും ചെറിയ ലീഫ് വരുന്ന മണി പ്ലാന്റാണിത്. ഇത് നേരത്തെ പറഞ്ഞ പോത്തീസ് തന്നെ ആണിത്. ടേബിൾ എടുക്കുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയെല്ലാം കാണാനായിട്ട്. വേറെ ഉണ്ട്, അപ്പം ഞാൻ ആ വീഡിയോയുടെ ടൈം കൂടുന്ന കാരണമാണ്. ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും എൻ്റെ ചാനൽ കാണുകയും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ.